Welcome back to my channel. Let's do it with Ash. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ഐസ്ക്രീം കണ്ടെയ്നർ ഉപയോഗിച്ച് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പോട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. ഇതുപോലുള്ള ഐസ്ക്രീം കണ്ടെയ്നേഴ്സ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ? അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു പോട്ട് കുട്ടികൾക്ക് വരെ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു പോട്ടിന് നമ്മൾ ഒരു സ്റ്റാൻഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമായി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു കണ്ടെയ്നറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള സൈസിലെ കണ്ടെയ്നേഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈസിലെ കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഞാനിവിടെ ഈ ഐസ്ക്രീം കണ്ടെയ്നറിൻ്റെ മുകളിലായി വൈറ്റ് കളറിലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് കളറിലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ വൈറ്റ് കളറിലെ പെയിൻറ് ഉപയോഗിച്ച് താഴത്തെ ഈ ഒരു പോർഷൻ ഫുൾ പെയിൻറ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് കളറിലെ പെയിൻറ് ഞാനിവിടെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ഞാനൊരു യെല്ലോ കളറാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യെല്ലോ കളറിലെ പെയിൻറ്റിൻ്റെ കൂടെ വൈറ്റ് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് കളറിലെ ഷെയ്ഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഈ യെല്ലോ കളറിലെ പെയിൻറ് താഴത്തെ ഈ ഒരു പോർഷൻ ഫുൾ പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ യെല്ലോ കളറിലെ പെയിൻറ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകണം. ഇനി അടുത്തതായി ഈ കണ്ടെയ്നറിൻ്റെ മുകളിലത്തെ പോർഷനിൽ ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി മുമ്പ് ചെയ്ത പോലെ കുറച്ച് വൈറ്റ് കളറിലെ പെയിൻറ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണത്. അപ്പം നമുക്ക് ഈ ഗ്രീൻ കളറിലെ പെയിൻറ് ഈ മുകളിലത്തെ പോർഷനിലും അതേപോലെ ഈ കണ്ടെയ്നറിൻ്റെ അകത്തെ പോർഷനിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പെയിൻറ് ചെയ്ത ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബേർഡിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പിക്ചേഴ്സ് നമുക്കൊന്നെങ്കിൽ മാഗസീൻസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള പിക്ചേഴ്സ് ഈ പോട്ടിൻ്റെ മുകളിലായി വരച്ചെടുത്തതിന് ശേഷം പെയിൻറ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പിക്ചർ കട്ട് ചെയ്തതിന് ശേഷം ഈ പോട്ടിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു പിക്ചർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബേർഡ് ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഇരിക്കുന്ന പോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ഞാനിവിടെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് ഈ ഒരു ഭാഗത്തും അതേപോലെ ബാക്കിലെ പോർഷനിലും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലത്തെ പോർഷനിൽ യെല്ലോ കളർ പെയിൻറ് ഉപയോഗിച്ച് ചെറിയ ഡോട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ പോട്ടിന് വേണ്ടിയുള്ള സ്റ്റാൻഡാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്സ് ഇവിടെ ഗ്രീൻ കളറിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഈ ഒരു എൻഡ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിളിൽ വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണിത്. ഇതുപോലെ എല്ലാ സ്റ്റിക്കും ഒരേ സൈസിന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു സൈഡിൽ 3 സ്റ്റിക്ക് ചേർത്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു പോട്ടിൻ്റെ 3 സൈഡിലായിട്ടാണ് ഐസ്ക്രീം സ്റ്റിക്സ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ 9 പീസസ് ആണ് ഈ ഒരു സ്റ്റാൻഡിനായിട്ട് വേണ്ടുന്നത്. ഇപ്പം ഞാനിവിടെ 3 സ്റ്റിക്ക് വീതം ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഐസ്ക്രീം സ്റ്റിക്സ് എല്ലാം 3 പീസ് വീതം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ പോട്ടിൻ്റെ താഴത്തെ പോർഷനിൽ ഒട്ടിക്കാനായി ഇതേപോലെ 3 പീസും ഞാൻ പെയിൻറ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 പീസും താഴത്തെ ഈ ഒരു പോട്ടിൻ്റെ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഈ പീസെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു പോട്ടിന് കുറച്ചുകൂടെ സ്ട്രെങ്ത്തും ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താഴത്തെ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തതായി ഈ സ്റ്റാൻഡിന് വേണ്ടിയുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുവേണ്ടി ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ എൻഡ് വരുന്ന 3 പോർഷനുമായിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്സ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കുക. 3 സൈഡിലും ഒരേപോലെ ലെങ്ത്തിന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലേ അത് താഴെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കണ്ടെയ്നർ ഉപയോഗിച്ചുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം ഒരേ ലെങ്ത്തിന് ഇതേപോലെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് ടേബിളിൽ ഇതുപോലെ വെക്കാവുന്നതാണ്. അതേപോലെ ഈ പോട്ടിനകത്ത് വെക്കാനായി നമുക്ക് ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും യൂസ് ചെയ്ത് ഈ പോട്ടിനകത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്.
അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതേപോലുള്ള ഫ്ലവേഴ്സും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പോട്ട് നമുക്കൊന്നെങ്കിൽ ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഷോക്കേസിലോ വെക്കാവുന്നതാണ്. അപ്പം ഇന്ന് കാണിച്ച ഈ ഐസ്ക്രീം കണ്ടെയ്നർ കൊണ്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പോട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായം അറിയിക്കുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.